എടാ, നല്ലതിനെ തിരിച്ചറിയടാ. അത് CPM ആണെന്നല്ല ഞാൻ പറഞ്ഞ, നല്ലത് മാത്രം. അത് ആരാണേലും, RSS ആണേലും CPM ആണേലും കോൺഗ്രസ് ആണേലും മറ്റേത് പാർട്ടി ആണേലും അവരുടെ നിന്ന് കിട്ടുന്ന നല്ലത് നമ്മൾ എടുത്താൽ മതി. അല്ലാതെ CPM മാത്രം നല്ലതെന്ന് പറയത്തൊന്നുമില്ല. നല്ലത് കണ്ടാൽ നല്ലതെന്ന് പറയാം. അത് ആര് ചെയ്താലും, RS ചെയ്താലും CPM ചെയ്താലും കോൺഗ്രസ് ചെയ്താലും അത്രേ ഉള്ളൂ. നമ്മളൊക്കെ ഒന്നുമില്ല, ഈ നാട്ടിൽ ജീവിക്കുന്നവരല്ലേ, നാടിനെ അറിയാവുന്നവരാ. അതുകൊണ്ട് നമ്മള് അത് ചെയ്യുക. അല്ലാണ്ട് നമ്മള് പിടിച്ച മുയലിന് 3 കൊമ്പുണ്ട് എന്ന രീതിയിൽ പോകണ്ടെന്നുള്ള അഭിപ്രായം മാത്രമേ എനിക്കുള്ളൂ. പിന്നെ നീ പറഞ്ഞല്ലേ 1 മാസം കൂടെ കാത്തിരിക്കട, അപ്പൊ അറിയാന്ന്. എടാ, ചിലപ്പോ CPM തോറ്റുപോകും, ചിലപ്പോ ജയിക്കും. തോറ്റുപോയെന്നോർത്ത് ഈ നാട്ടിൽ നിന്ന് ഒളിച്ചോടാൻ പറ്റും? ഒരിക്കലും ഇല്ല. ഭരണം കിട്ടിയില്ലെന്ന് പറഞ്ഞ് ഞങ്ങള് ഈ നാട് വിട്ടു പോവുകയോ ഇല്ല. ഇവിടെയൊക്കെ തന്നെ ഉണ്ടാവും. എങ്ങോട്ടും ഒളിച്ചു പോകത്തില്ല, ആരും പോകത്തില്ല. 10 കൊല്ലം അന്തസ്സായി ഭരിച്ച് അടുത്ത 5 കൊല്ലത്തിന് വേണ്ടി ഞങ്ങൾ വയറ്റുന്നേ. ഞങ്ങള് തോറ്റുപോകും, ചിലപ്പോ ഞങ്ങള് ജയിക്കും. ഇന്നലെ വേറൊരു സംഭവം ഉണ്ടായി. എന്റെ വീടിന്റെ തൊട്ടടുത്തുള്ള ചേട്ടന് 4000 രൂപ ബാങ്കിലെ സ്റ്റാഫ് കൊണ്ട് കൊടുത്തു. ഞാൻ വന്നപ്പോ പുള്ളിക്ക് പൈസ കൊടുത്തോണ്ടിരിക്കുക. ആ കൊടുത്തയാളങ്ങ് പോയി കഴിഞ്ഞപ്പോ ഈ പുള്ളി എന്നോട് പറയുക, എന്റെ കൊച്ചുമോനെ, എനിക്ക് ആ പൈസ കൈ മേടിച്ചപ്പോ എന്റെ ചങ്കിടിക്കുമായിരുന്നു. ഞാൻ ചോദിച്ചു, അതിനാ ചേട്ടാ, സന്തോഷിക്കുമല്ലേ ചെയ്യണ്ടേ? ഈ ഈസ്റ്റർ ദിനത്തിൽ 4000 കിട്ടിയില്ലേ? എന്നാ അയാൾ എന്നോട് പറയാ, നീയിപ്പൊ കോൺഗ്രസ് എങ്ങാനാ വരുന്നെങ്കിൽ ഇത് കിട്ടുവോ ചോനെ? ഞാന് ഒരു ചെരുപ്പ് മേടിക്കണം, എനിക്കൊരു 10-70 ഗുളിക ഒരു മാസം വേണം, പിന്നെ ഒരു ചെരുപ്പ് മേടിക്കണം, ഒരു വെള്ളമുണ്ട് മേടിക്കണം, ഒരു തോർത്ത് മേടിക്കണം, ഒരു കൈലി മേടിക്കണം. ഇത്രയും ചെയ്യണമെന്നോർത്താ ഞാൻ ഇരിക്കുന്നത്. പിന്നെ വൈകുന്നേരം ഇവിടെ ഒരു ചായക്കടയുണ്ട്, അവിടെ ഒരു 100-150 രൂപ പറ്റുണ്ട്, അത് കൊടുക്കണം. ഇത് കിട്ടുമ്പം കൊടുക്കാന്ന് പറഞ്ഞ് അവിടെ പോയി ചായ കുടിക്കുന്നത്. ഇത്രയും കാര്യങ്ങൾ ചെയ്യുന്നു. ഇത് കിട്ടുമല്ലോ എന്നോർത്താ നമ്മൾ ഇരിക്കുന്നത്. കിട്ടുമോ ഇനി, ഇത് ലാസ്റ്റ് ആണോ എന്നോർത്ത് എനിക്ക് അങ്ങോട്ട് ഭയങ്കര വിഷമം വരുക. എന്തുകൊണ്ട് ആൾക്കാരുടെ ആ ഒരു ചിന്ത പോകുന്നത് പറഞ്ഞു മനസ്സിലായോ? അതാണ് നമ്മുടെ നാടിന്റെ അവസ്ഥ. കോൺഗ്രസ് വന്നാൽ ആ പെൻഷൻ കിട്ടുമോ എന്ന് പോലും ആശങ്കപ്പെട്ട് ദൈവത്തെ വിളിക്കുന്നവരുണ്ട്. അതേ ഉള്ളൂ. അതാ പറഞ്ഞത്. പിന്നെ നിനക്കൊക്കെ എന്തുപോലെ ഈ 4000 രൂപയോട് ഇത്ര പുച്ഛം എന്ന് മനസ്സിലായില്ല. അത്രയൊക്കെ റിച്ച് ആയെങ്കിൽ നീ അതിനെ പുച്ഛിച്ചോടാ. അതിനെയൊക്കെ കൊണ്ടു തരുന്നവരെ പോലും ദൈവത്തോടെ കാണുന്ന പാവങ്ങളുള്ള നാടായത്. അപ്പൊ പറയൂ, നിങ്ങൾ അതിദരിദ്രരാക്കില്ലേ? അതാ ഞാൻ പറഞ്ഞത്. പറഞ്ഞ മനസ്സിലായോ? ഈ 1000 രൂപ ഇപ്പൊ 35 വയസ്സായ സാധാരണക്കാർ, യാതൊരു പെൻഷനും ഇല്ലാത്ത ആൾക്കാർക്ക് 1000 രൂപ വെച്ച് സർക്കാർ കൊടുക്കുന്നുണ്ട്. 35 ലക്ഷം പേർക്ക്, ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും. അപ്പം നീ അതിന് എന്നാ പറയും? പിച്ചക്കാശ് എന്നാ ഇപ്പൊ 4000 രൂപയ്ക്ക് പറഞ്ഞത്. അപ്പൊ ആ കാശിനെ നിനക്ക് എങ്ങനെ വേണമെങ്കിലും വ്യാഖ്യാനിക്കും. ഈ പാർട്ടി ഈ കേരളത്തിൽ നശിച്ചു കാണുമെന്ന് ആഗ്രഹിക്കുന്ന ലക്ഷങ്ങളുണ്ട്. അതിലൊരാളായിട്ട് ഞാൻ നിന്നെ കൂട്ടത്തുള്ളൂ. പറഞ്ഞു മനസ്സിലായോ? കമ്മ്യൂണിസം ഒരിക്കലും നശിക്കുകയില്ല. അതിവിടുത്തെ ഏറ്റവും വലിയ പാർട്ടിയായ BJPക്ക് അറിയാം. അതുകൊണ്ടാണ് അവരുടെ പുസ്തകത്തിൽ വളരെ വെണ്ടയ്ക്കായിട്ട് എഴുതിയിരിക്കുന്നത്. ഇത് പണ്ട് ഞങ്ങൾ പറഞ്ഞപ്പോ എല്ലാരും പറഞ്ഞ്, നിങ്ങൾക്ക് വേറെ പണിയൊന്നുമില്ല എന്നിട്ട് പറയും. ഇപ്പൊ നീ പറയുന്ന പോലെ തന്നെ പറഞ്ഞു. ഞങ്ങൾ ആദ്യം പറഞ്ഞ്
RSS മുസ്ലിങ്ങളെ തേടി വരും, അതിനുശേഷം ക്രിസ്ത്യാനികളെ തേടി വരും, അതിനുശേഷം കമ്മ്യൂണിസ്റ്റുകളെയും ദളിതരെയും തേടി വരും എന്ന് പറഞ്ഞപ്പോ എല്ലാരും പറഞ്ഞു, നിനക്കൊന്നും വേറെ പണിയില്ലേ എന്ന്. ഇപ്പം വഖഫ് ബോർഡ് വഴി മുസ്ലിങ്ങളെ തേടി ചെന്ന്, FCR വഴി ക്രിസ്ത്യാനികളെ തേടി ചെല്ലുന്നു. ഇപ്പോഴും അച്ഛന്മാർക്കൊക്കെ ചൂട് പിടിച്ച് ഇനി ദളിതരെ തേടി വരുന്നുണ്ട്, കമ്മ്യൂണിസ്റ്റുകളെ തേടി വരുന്നുണ്ട്. അതിന്റെ വേട്ടയൊക്കെ ആരംഭിച്ചു. പിന്നെ ഇവിടെ കേരളത്തിൽ ഇച്ചിരി ഏറെ ഉള്ളതുകൊണ്ട് അങ്ങനെ പിടിച്ചിരിക്കുന്നു. ഈ കേരളത്തിൽ 5500 RSS ശാഖയുണ്ട്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ RSS ശാഖയുള്ള സംസ്ഥാനമാണ് കേരളം. എന്നിട്ടും കേരളത്തെ ഞങ്ങൾ പൊന്നുപോലെ നോക്കുന്നുണ്ട്. പിന്നെ ഈ കടലാസ് പാർട്ടികൾ, ഇതൊന്നും ഞങ്ങൾക്ക് വിഷയമുള്ള കാര്യമല്ല. പിണറായി സംസാരിക്കുമ്പോ നിനക്ക് ആ മൈക്കേലൊന്ന് തൊടാൻ പറ്റുമോന്ന് നീ ചോദിച്ചത് കേട്ട് സത്യം പറഞ്ഞ എനിക്ക് കോമഡി തോന്നുക. എന്നെ പറയാനാ തോന്നാ. നീ എന്തോ നാളെ ഈ ചിന്തിക്കുന്നത് ഇതിന്റെ രാഷ്ട്രീയ തിമിരം ബാധിച്ചിരിക്കുകയാണ്. എന്തോ പറയാനാടാ, എന്തോ പറയാനാ.